നമസ്കാരം. ദ പവർ ഓഫ് കീപ്പിംഗ് യുവർ വേർഡ്. നിങ്ങൾ പറയുന്ന വാക്കിലല്ല നിങ്ങളുടെ വില, നിങ്ങൾ പാലിക്കുന്ന വാക്കിലാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം കാണാറുണ്ട് ഒത്തിരി വാക്കുകൾ കൊടുക്കുന്ന ആളുകളെ. അവർ ഒത്തിരി വാഗ്ദാനങ്ങൾ കൊടുക്കും. നാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരും, നാളെ ഞാൻ ഇന്നത് ചെയ്തു തരും, നാളെ ഞാൻ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും, നാളെ തീർച്ചയായും ഞാൻ അത് നടത്തിത്തരും, നിങ്ങളുടെ ആ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും. ഇങ്ങനെ വാക്കുകൾ ഇഷ്ടം പോലെ കൊടുക്കുന്ന ഒത്തിരി പേരെ നമുക്ക് ചുറ്റിനും കാണാം. എന്നാൽ ഇതിൽ എത്ര പേരത് പാലിക്കുന്നുണ്ട്? വാക്ക് പാലിക്കുമ്പോഴാണ് ആളുകൾക്ക് നമ്മിൽ വിശ്വാസം വരുന്നത്. വെറുതെ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴോ പറയുമ്പോഴോ അല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വാക്ക് കൊടുത്തു എന്നല്ല, നമ്മൾ കൊടുത്ത വാക്കിന് വിലയുണ്ടോ എന്ന് നോക്കുന്നതാണ്. ഒരു വാക്കെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒപ്പാണ്, സിഗ്നേച്ചറാണ്. ഒരു വാക്കെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വിശ്വാസമാണ്. ഒരു വാക്കെന്ന് പറയുന്നത് അവൻ്റെ അഭിമാനമാണ്. ജീവിതത്തിൽ പറയുന്ന വാക്കിൽ മാത്രമല്ല, പാലിക്കുന്ന വാക്കിൽ കൂടെ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അയാളുടെ ജീവിതം എന്നും മറ്റുള്ളവർക്ക് മാതൃകയാക്കാം. പറയുന്ന വാക്കിന് വേണ്ടി അല്ലെങ്കിൽ പാലിക്കേണ്ട വാക്ക്, കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പോയവരുണ്ട്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവരെക്കുറിച്ച് പറയും, അവരൊരിക്കലും വാക്ക് തെറ്റിച്ചിട്ടില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം എന്താണ് ചെയ്തത്? നമ്മുടെ ഗതികേട് കൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വാക്കുകൾ മാറ്റി പറയേണ്ട, പാലിക്കപ്പെടാത്ത കുറേ ആളുകളുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കഴിവതും ഇനി അങ്ങനെ ഗതികേട് കൊണ്ട് നിങ്ങളുടെ വാക്കിനെ മാറ്റരുത്. കാരണം നിങ്ങളുടെ വാക്ക് മറ്റൊരാളുടെ പ്രതീക്ഷയാണ്, മറ്റൊരാളുടെ സ്വപ്നമാണ്. നിങ്ങൾ പറഞ്ഞ വാക്ക് ചിലരേക്ക് ജീവിതം മാറ്റാൻ കഴിവുള്ളതാണ്. എന്നാൽ ആളുകളെ മനഃപൂർവ്വം വാക്ക് പറഞ്ഞ് പറ്റിക്കുന്ന ചിലരുണ്ട്. അതെന്തെങ്കിലും ഒരേ കാലം പഠിപ്പിക്കും. ഞാൻ സാധാരണ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. കൊടുക്കുന്ന വാക്ക് പാലിക്കുവാൻ ശ്രമിക്കുക. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഇന്ന് മുതൽ എടുക്കേണ്ട ഒരു തീരുമാനം, ഞാൻ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഞാൻ വാക്ക് കൊടുത്താൽ അത് ഞാൻ പാലിക്കാൻ ബാധ്യസ്ഥനാണോ, എന്നെ കൊണ്ട് അതിന് കഴിയുമോ എന്ന് ആദ്യം ചിന്തിക്കുക. എന്നിട്ട് മാത്രമേ വാക്ക് കൊടുക്കാവൂ. ജീവിതത്തിൽ വാക്കുകൾ കൊടുത്ത് പാലിക്കുന്നവരായാൽ എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തി നിൽക്കാം. കാര്യം നിങ്ങൾക്ക് ഒരിടത്തും തലകുനിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ ഒരിടത്തും നിങ്ങളുടെ വാക്ക് തെറ്റിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് നിങ്ങളെ കുറ്റം പറയുവാൻ കഴിയില്ല. ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്ന വാക്കുകൾ പാലിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ, ശക്തമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.